ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഫുള്ള് ക്ലീനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞു, പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞു, അലക്കലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഉച്ചയൂണ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുതന്നെയായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ കമൻ്റായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു 3/4 ഗ്ലാസ് അരി, അതും ഉപ്പിട്ട് വറ്റിച്ചെടുക്കുക ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മുടെ നോർമൽ അരിയല്ല, ബസ്മതി റൈസാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വലിയ പുള്ളികളൊന്നും വിചാരിക്കേണ്ട. ഇക്കാക്ക് നമ്മുടെ ഇവിടുത്തെ നോർമൽ അരി ദഹിക്കത്തില്ല, പ്രശ്നമാണ്, ഫുഡ് അലർജിയൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആമസോണിൽ നിന്നൊക്കെ ഇങ്ങനെ മിനി മോഗ്ര റൈസൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അത് വാങ്ങല കേട്ടോ ഓൺലൈൻ വഴി. അപ്പോൾ എനിക്കങ്ങനെ ശ്വാസം മുട്ടും കുറച്ച് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അരി വേറാൻ വെച്ചു. ഇനി നമുക്ക് ഒരു പീച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട് ഞാൻ നട്ടെടുത്ത്. അപ്പോൾ അതൊന്നും പറിച്ചിട്ടൊന്ന് തീയിൽ വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊന്ന് പറിച്ചെടുത്തോണ്ട് വരാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളെ പീച്ചിങ്ങ ഉണ്ടോ, ഇത് തറയിൽ ഞാൻ മുട്ടി കിടക്കുമായിരുന്നു കേട്ടോ. ഇതൊന്ന് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്കൊരു തീയലുണ്ടാക്കാവേ. അപ്പോൾ പീച്ചിങ്ങ നമ്മളവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്യണം, പിന്നെ അതിലോട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കണം. അങ്ങനെ നമ്മളിത് കുറച്ച് നത്തോലി വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് പീര വെക്കണമെന്ന് വിചാരിക്കുന്നു. സവാള ഒന്ന് കുരുവന കട്ട് ചെയ്തിട്ട് മീൻ തോരയിലോട്ടാണ് മീൻ പീര വെക്കാൻ. ഇത് നമ്മൾ വെട്ടിയിടുന്ന സവാള അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലോട്ട് തേങ്ങയും ഇഞ്ചി, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു നുള്ള് ചെറിയ ജീരകവും കൂടി ഒന്ന് ഒതുക്കിയെടുക്കും കേട്ടോ. നമ്മൾ കുറച്ച് മീനൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, മോൾക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പീരയ്ക്കുള്ള തേങ്ങ ഞാനൊന്ന് ചിരകി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക് ചെറുതായിട്ട് കൊളസ്ട്രോൾ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒത്തിരിയൊന്നുമില്ല, മരുന്ന് കുടിക്കാനൊന്നുമില്ല, പക്ഷേ ഫുഡിലൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വറുത്ത മീൻ ഞാനും ഇക്കയൊക്കെ കഴിക്കൽ നിർത്തി, മോൾക്ക് മാത്രമേ ഇപ്പോൾ വറുത്ത് കൊടുക്കാറുള്ളൂ. കഴിഞ്ഞൊരു മാസം മോളുടെ ബർത്ത്ഡേയും ചാത്തല്ലൂരും ബർത്ത്ഡേക്ക് പോയി, അങ്ങനെയൊക്കെ ആയി കുറച്ച് ഹെവി ഫുഡും കാര്യങ്ങളും കേക്കും ചോക്ലേറ്റ്സും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും കൊളസ്ട്രോൾ ഇച്ചിരി കൂടിയത്. അപ്പോൾ ഒന്ന് ഫുഡിലൊന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് അവൾ ഓരോ ആവശ്യങ്ങളായിട്ട് വരുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്ന ഫോൺ അവൾക്ക് വേണം, അല്ലെങ്കിൽ TV ഇട്ട് കൊടുക്കണം, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ക്യാമറ എടുക്കുന്നത് കണ്ടപ്പോൾ അവൾ നിന്ന് ഡാൻസും കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മീനൊക്കെ ഒന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അടവ് എന്നാട്ടോ ഇവിടെ ഈ മീനിന് പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തോന്ന് എനിക്കറിയത്തില്ല, ഇവിടെ അടവ് എന്നാണ് പറയൽ. കുറച്ച് മല്ലിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, മോൾക്ക് മാത്രമായതുകൊണ്ട് അവൾക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. നമ്മുടെ സിങ്ക് അപ്പുറത്തെ അടുക്കളയിലാട്ടോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, കൈ കഴുകാനും മറ്റുമൊക്കെ ആയിട്ട്. ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ ഈ തേങ്ങയിലോട്ട് ഇടുകയാണോ ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തീരാറായിട്ടുണ്ട്, അതാണ് ക്യാമറയിൽ നോക്കി ഇങ്ങനെ പറയുന്നത്. ഇവിടെയൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. വോയിസ് ഓവർ അല്ല കേട്ടോ, ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ക്ലിയർ ഇല്ല. മീൻ വറുക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചത്. തേങ്ങ കുറച്ച് ചെറിയ ജീരകവും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഉപയോഗിക്കത്തില്ല കേട്ടോ, ഞങ്ങളിവിടെ എരി കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊന്ന് ഒതുക്കിയെടുത്തിട്ട് നമ്മുടെ നത്തോലി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും സവോള അരിഞ്ഞതും എല്ലാം കൂടി അടുപ്പേ വെച്ചിട്ട്
ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇതിലോട്ട് നമ്മളിനി കുരുമുളകും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും, അതുപോലെ ഉപ്പ്, കറിവേപ്പില, പിന്നെ ഞാൻ ഇച്ചിരി പുളിയൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ അത്, ചെറിയ 2 കഷ്ണം കേട്ടോ, ഒരു കുഞ്ഞു പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും എല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചങ്ങ് വേവിച്ചെടുക്കും. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കത്തില്ല കേട്ടോ, നമ്മുടെ മീനിനകത്തു നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി പോകാം കേട്ടോ. കുറച്ച് കറിവേപ്പില എടുത്തിട്ട് നമ്മുടെ വറുക്കാൻ വെച്ച മീനിൻ്റെ മണ്ടയിൽ കൂടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ എണ്ണയ്ക്കകത്ത് ഇടുന്നതാണ്, പക്ഷേ ഇന്ന് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തീയലിനുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കുകയാണ്. വീട്ടിൽ എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു ജോലിയാണ് ഇത്, തേങ്ങ ചിരകിയെടുക്കുന്നത്. മിക്കപ്പോഴും നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ കുറേ തേങ്ങ ചിരവി എടുക്കണമല്ലോ, അപ്പോൾ എനിക്ക് മിക്കവാറും ഇക്ക കേട്ടോ ചിരവി തരുന്നത്. തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. എൻ്റെ കയ്യിൽ ഉലുവ പൊടിച്ചതില്ല കേട്ടോ, അപ്പോൾ കുറച്ച് ഉലുവ നമ്മൾ തേങ്ങ വറുക്കുന്നതിനകത്ത് തന്നിട്ടുള്ളൂ. ഇത് തേങ്ങായി ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് സാവധാനം മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 2 പോണ ചെറിയുള്ളി ഇട്ടല്ലോ, ചെറിയുള്ളി, അതുപോലെ ഒരല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാലല്ലി ചെറിയുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു വലിയ അല്ലി, ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളി. ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറിയുള്ളിയൊക്കെ പ്രത്യേകിച്ചും തേങ്ങയുടെ കൂടെ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേസമയം തന്നെ നമ്മുടെ മീനൊക്കെ ഒന്ന് വറവായിട്ടുണ്ട്. പിന്നെ അതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. മീൻവറുക്കൽ കഴിഞ്ഞിട്ടോ, ആ പാത്രം ഒന്ന് അടച്ച് മാറ്റി. ആദ്യം നമ്മൾ മീനൊക്കെ വെട്ടി ഞാൻ അങ്ങ് ശരിയാക്കി വെച്ചതാണ്, എന്നിട്ട് അരിയൊക്കെ കഴുകിയത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ പൊടിയിടാൻ പോകണം. നമ്മുടെ മീൻ തീരെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും മൺചട്ടിയും കൂടിയല്ലേ, മീൻ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. അത് ഞാൻ ഓഫാക്കും. ഇതിലാണുള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കുവാണ്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയുടെ ചട്ടിയിലൊക്കെ ചൂടുകൊണ്ട് തന്നെ പൊടികൾ മൂത്ത് വരും കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിക്കിട്ടണം. ചൂടാകാൻ നമ്മൾ ഈ ചട്ടിയുടെ ചൂട് മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കണം, അല്ലെങ്കിൽ അതിൽ കിടന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതേ സമയത്ത് കണ്ടോ മീൻ വറുത്തു, മീൻ തോരനായി, ചോറ് വെന്തു, നമ്മുടെ തേങ്ങയും വറുത്തെടുത്തു. ഇനി ഇതൊന്ന് ചൂടാറിയാലല്ലേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ ആ പീച്ചിങ്ങൊക്കെ ഒന്ന് വെട്ടിക്കഴുകി എടുത്തോണ്ട് വരട്ടെ കേട്ടോ. നമ്മൾ പീച്ചിങ്ങ മൊത്തം എന്താ ഇതിൻ്റെ അകത്തതും എല്ലാം കഴിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരിയുന്നതിന് മുമ്പായിട്ട് കഴുകിയെടുക്കണം കേട്ടോ.
പീച്ചിങ്ങ മൊത്തം നമ്മൾ അരിഞ്ഞെടുത്തോളൂ. കൂടുതലുണ്ടോ എന്നൊരു സംശയം, കുറച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അരിഞ്ഞ് വെച്ച സവോള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് നീളം പച്ചമുളകാണ്. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഇടുന്നില്ല, നല്ല എരിയായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് എരിയ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി ഒന്ന് കയറിയിട്ട് നമുക്ക് നല്ല കുഞ്ഞിന് എല്ലാവർക്കും കഴിക്കാനുള്ളതാണ്. പിന്നെ ചിക്കനാണെങ്കിൽ മുളക് പറ്റത്തില്ല ഞാൻ പറഞ്ഞത്. ഇച്ചിരി കറിവേപ്പില, നമ്മുടെ പീച്ചിങ്ങ ഞാൻ മുഴുവൻ ഇടുന്നില്ല കേട്ടോ, ഒത്തിരി ഉണ്ട്. കുറച്ച് നമ്മുടെ ഇതിലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചത്. കാരണം നാളെ വരുന്നവരും പറിക്കാനായിരുന്നു. അപ്പോൾ ആ തോരൻ വെക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ മസാലയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക കറിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇടുവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മസാലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് ഒരു ടേസ്റ്റ് വേണ്ടി. മോളിക്കപ്പുറത്ത് മീനും കൂടി ചോറൊന്നും വാങ്ങാൻ തുടങ്ങിയിട്ട് അതൊന്ന് കൊടുക്കട്ടെ. എന്തായാലും ഇതൊന്ന് വരണ്ടി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് പാത്രങ്ങൾ ചെറുതായി വഴച്ചൊന്ന് കഴുകി വെക്കണം. പിന്നെ തേങ്ങ ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ കൂടി ചെയ്യാം. അപ്പോൾ തേങ്ങ നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴങ്ങിയിട്ടുണ്ട്. നമ്മൾ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ. വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് പിഴിപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. വളരെ കുറച്ചൊരു 3-4 കുടി. നമ്മൾ തീയലിലോട്ട് ഇച്ചിരി പൊടിയും ഒരു കുഞ്ഞു കഷ്ണം ശർക്കരയും എല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കുമ്പോൾ അത് എന്താ പറയുക, ബാലൻസ്ഡ് ആവും. നല്ല ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. പുളി ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ്. നമുക്ക് ഗ്രേവിക്ക് എത്ര വെള്ളമാണോ വേണ്ടത് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത ചട്ടിയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ഗ്രേവി മതി. ഞാൻ അവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് കടുക് വറുത്തൊഴിക്കാം കേട്ടോ. അടച്ച് വയ്ക്കാം. ഇത് കണ്ട് ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ആയി നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവാട്ടോ. ഈ സമയത്ത് നമ്മൾ ചെറിയൊരു ശർക്കരയുടെ പീസ് ഇട്ടാൽ, ഒരു കുഞ്ഞ് ശർക്കര കേട്ടോ ചെറുകിയിട്ടുള്ളൂ. ചെറുകിയിട്ടുള്ളൂ കുറച്ചിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് താളിച്ച് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശരി, കടുക് പൊട്ടിക്കുക. ഒരു 2 തവി കറിവേപ്പില.
ഇതൊക്കെ കേട്ടോ. മോൾക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ചോറും തീയലും മീൻ തോരനും മീൻ വറുത്തതും എല്ലാം കൂടി എടുത്തിട്ട് ഇവിടെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് കഴിക്കാനിരുന്നതാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ തീയലിനൊക്കെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ശർക്കരയും പുളിയും എല്ലാം കൂടി ഇടുമ്പം എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറിയായി തീയൽ. ഇവിടെ മലപ്പുറത്തൊന്നും എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇക്കാളുടെ കൂടെ പത്തനംതിട്ട ആകുമ്പോഴൊക്കെ അവിടെ നിന്നൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.